രാഹുൽ ഈശ്വർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ ഈശ്വർ, ദേവസ്വത്തിൻ്റെ അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു നിഗമനം ഈ പരിധിയിൽ കവിഞ്ഞ ഭക്തരുടെ സാന്നിധ്യം ശബരിമലയിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്ര അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഇതിലും കൂടുതൽ ഭക്തർ അവിടെ വന്ന് പോയ സാഹചര്യമൊക്കെ ശബരിമലയിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇത്തരത്തിൽ വലിയ ഒരു തിരക്കും ക്യൂവും ഭക്തർക്കുള്ള അസൗകര്യങ്ങളുമൊക്കെ അതിനെ എങ്ങനെ നമുക്കൊന്ന് വിലയിരുത്താൻ പറ്റും? രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശബരിമലയിലെ തിരക്ക് പലപ്പോഴും നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയും. കാരണം ഓരോ വർഷവും 10% കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആൾക്കാർ വരുന്നു തുടങ്ങിയ കണക്കുകളും ട്രെൻഡുകളും ദേവസ്വം ബോർഡിന്റെ പക്കലുണ്ട്. മാനേജ്മെന്റ് ഫെയിലിയർ ഉണ്ടാകുന്നത് ദൗർഭാഗ്യകരമാണ്. അതായത് പ്രോപ്പറായിട്ടൊരു മാനേജ്മെന്റ്, ക്രൗഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ പിൽഗ്രിം മാനേജ്മെന്റ്, ഇത്തരം മാനേജ്മെന്റ് സംവിധാനങ്ങൾ നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. വേണ്ട രീതിയിൽ ദേവസ്വം ബോർഡ് മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല എന്നുള്ള പ്രതീതിയാണ് സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്നത്. ദേവസ്വം ബോർഡ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അതോടൊപ്പം വ്യത്യസ്ത സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ, ഇവരുടെ ഏകോപനം വളരെ പ്രധാനമാണ്. അത്തരം ഏകോപനത്തിന്റെ കൂടി ഒരു അഭാവം ചിലപ്പോഴെങ്കിലും നിഴലിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ 2 സുഹൃത്തുക്കൾ പോയിരുന്നു. അവരടക്കം 14 മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇത് വളരെ കഠിനമാണ്, വിഷമകരമാണ്. അവിടെയാണ് മാധ്യമങ്ങളടക്കം, ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങൾ, നമ്മുടെ മുഖ്യധാര നിൽക്കുന്ന എല്ലാവരും ശക്തമായി ദേവസ്വം ബോർഡിന്, പോലീസിന്, വനം വകുപ്പിന് ഒരു സമ്മർദ്ദം ചെലുത്തുകയും കുറെ കൂടെ പോസിറ്റീവ് ആൻഡ് ബെറ്റർ ഫെസിലിറ്റീസ് ഫോർ പിൽഗ്രിംസ് ഉണ്ടാകുകയും വേണം. നമുക്ക് ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള, അല്ലെങ്കിൽ ശബരിമലയിലെ തിരക്കുകൾ വർഷം തോറും പഠിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായി അറിയാൻ കഴിയും. പോലീസുകൾ, പ്രത്യേകിച്ച് എക്സ്പീരിയൻസ്ഡ് ആയ പോലീസ് അയ്യപ്പന്മാരുടെ അവിടെ നിൽക്കുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ അവിടെ വേണം. കുറെ കൂടെ നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസും മറ്റും പ്രൊവൈഡ് ചെയ്യേണ്ടതായിരുന്നു. ഇനിയാണെങ്കിൽ പോലും തിരക്ക് കൂടുന്ന സമയമാണ് വരുന്നത്. പ്രത്യേകിച്ച് മണ്ഡലപൂജ കഴിഞ്ഞ് മകരവിളക്കിലേക്ക് അടുക്കുമ്പോൾ ജനുവരി ആദ്യ ആഴ്ച, ജനുവരി 2ാം ആഴ്ച, പ്രത്യേകിച്ച് ജനുവരി 12 മുതൽ തിരക്ക് കൂടാനുള്ള സാധ്യതകൾ വളരെയധികമാണ്. 12 മുതൽ 15 വൈകിട്ട് വരെയുള്ള സമയം വളരെയധികം കൺജസ്റ്റഡ് ആണ്. ശബരിമലയ്ക്ക് ക്യാരിയിങ് കപ്പാസിറ്റി എന്നൊരു പ്രശ്നമുണ്ടെന്നുള്ള സത്യമാണ്. കാരണം അതൊരു വനഭൂമിയാണ്. അയ്യപ്പൻ 80,000 പേരെ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ, പോലീസിന്റെ ഒക്കെ നിഗമനം അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളതാണ്. കാരണം ഇതിനപ്പുറം ആളുകൾ വന്നു പോയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ പലതവണ കാണുന്നതാണ്. ഈ മകരവിളക്ക് സമയത്തൊക്കെ എത്രയോ ലക്ഷം ആളുകളാണ് പല സ്ഥലങ്ങളിലായി തമ്പടിക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും ന്യായമുണ്ടോ? 80,000 ആൾക്കാർ ഒരു ക്യാരിയിങ് കപ്പാസിറ്റി കടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ അനുമാനം ശരിയാണെന്ന് പറയാൻ ഒട്ടും പറ്റില്ല. കാരണം അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ പല കാലഘട്ടങ്ങളിൽ പല സമയങ്ങളിലായി വന്നിട്ടുണ്ട്. ഉദാഹരണം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ 1 മിനിറ്റിൽ 18ാം പടി കടക്കുന്നവരുടെ എണ്ണം 110, 115 വരെയാക്കി ഉയർത്തിയിട്ടുണ്ട്. ഇപ്പൊ 80, 70, 90 ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മുമ്പും ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം ബെറ്റർ മാനേജ്മെന്റ്, അവിടെ പരിണിതപ്രജ്ഞരായ, ആ പ്രബലം അറിയാവുന്ന, അനുഭവ സമ്പത്തുള്ള ആൾക്കാരെ കൂടി നിയമിക്കണം. എന്നാൽ മാത്രമേ കാര്യങ്ങൾ നല്ല രീതിയിലും ശരിയായ രീതിയിലും പോവുകയുള്ളൂ.